നമസ്കാരം. കാർത്തിക, രോഹിണി, മകയിരം ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം ഈ വ്യക്തികൾക്ക് ഈ ഒരു വർഷകാലഘട്ടം വ്യാഴം രാശി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശനി രാശി മാറിയിരിക്കുന്നു, രാഹു കേതു രാശി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ 4 ഗ്രഹങ്ങൾ, പ്രധാനമായിട്ടുള്ള 4 ഗ്രഹങ്ങൾ രാശി മാറിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. നിങ്ങൾക്ക് അതിനുള്ള മറുപടി വോയിസ് മെസ്സേജായി തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, അതായത് നമ്മുടെ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി മാസത്തിൽ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ അതിൽ വേറെ ആരുടെയും പേരും നാളും ഉൾപ്പെടുത്തുന്നില്ല. നമ്മുടെ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ആ പൂജ നടക്കുന്നത്. വളരെ വലിയൊരു പൂജയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നടത്തുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇതിന് പലതരം പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നത്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും കൂടി പ്രാർത്ഥിച്ച് തന്നെയാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, വിവാഹ സംബന്ധമായ തടസ്സം, ജോലി സംബന്ധമായ തടസ്സം, സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നം എന്താണെന്നും കൂടി ഒന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് ചൊല്ലി നമ്മളത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴം നിൽക്കുന്നത് തൻ്റെ ജന്മരാശിയുടെ 2ാമത്തെ രാശിയിലാണ്. അപ്പോൾ വ്യാഴം 2ാം രാശിയിൽ നിൽക്കുമ്പോൾ നേട്ടങ്ങൾ വന്നു ചേരുവാൻ തന്നെയാണ് സാധ്യത വളരെ കൂടുതലായി കാണുന്നത്. കാരണം ധനപരമായി നേട്ടമുണ്ടാകും, കുടുംബപരമായ സ്വത്ത്, അതായത് പണം ലഭിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുടുംബ ഷെയറിൽ നിന്നുള്ള ആദായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ, അതായത് സംസാരവും പ്രവൃത്തിയും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റേതായ നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ വിജയവും അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ്. വ്യാഴം ഒരു വർഷത്തേക്ക് മിഥുനം രാശിയിലാണുള്ളത്. അപ്പോൾ ആ ഒരു വർഷ കാലഘട്ടത്തേക്ക് നമുക്ക്